Welcome back, dear friends. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൗണ്ടഡ് ഫംഗ്ഷൻ എന്നുള്ള ആശയമാണ്. നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡൊമൈൻ ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ ഒരു ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ബൗണ്ടഡ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ നമ്മൾ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഫ്രം ഡി ടു ആർ, അതായത് ഡി എന്ന് പറയുന്നത് അതിന്റെ ഡൊമൈൻ, അതിന്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് ആർ ആണ്. അതായത് ഇതൊരു റിയൽ വാല്യൂ ഫംഗ്ഷൻ ആണ്. ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിയിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ ഡിയിലെ ഓരോ എലമെന്റിനും നമുക്ക് 1 and only 1 ഇമേജസ് കാണും. ആ ഇമേജസ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെ ഡിയിലെ ഓരോ എലമെന്റിനും വരുന്ന ഇമേജുകളുടെ കളക്ഷനെയാണ് നമ്മൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റേഞ്ച് സെറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. That is, our f of d is actually our range set of f, which is defined as set of all f of x to that x belongs to d. Here we know that each f of x is a real number. So your f of d, the range set of f, is a subset of R. നമ്മുടെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് എബവ് ആണെങ്കിൽ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ ബൗണ്ടഡ് എബവ് ആയിരിക്കും. ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് എബവ് ആയിരിക്കും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് എബവ് ആയാൽ മതി. റേഞ്ച് സെറ്റ് എങ്ങനെയാ ബൗണ്ടഡ് എബവ് ആവുക? നമുക്കറിയാം, ഒരു സെറ്റ് ബൗണ്ടഡ് എബവ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു അപ്പർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ റേഞ്ച് സെറ്റിനെ ഒരു അപ്പർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഫംഗ്ഷൻ ബൗണ്ടഡ് എബവ് ആണെന്ന് പറയും. അപ്പൊ നമുക്ക് അതിന്റെ ഒരു നോട്ടേഷൻ പ്രകാരം നമുക്ക് ഇങ്ങനെ എഴുതാം: if your function f is bounded above, then there exists a b belongs to R real number such that f of x less than or equal to b for all x belongs to d. അതായത് റേഞ്ച് സെറ്റിലെ ഓരോ എലമെന്റും സം b എന്ന് പറയുന്ന അപ്പർ ബൗണ്ടിനായിട്ടാണ്. ചെറുത് ഈക്വൽ ആണെങ്കിൽ യുവർ b is act as the upper bound for your range set f of t, so your function is bounded above. Similarly, we define the bounded below. അതായത് നിങ്ങളുടെ f bounded below ആയിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റേഞ്ച് സെറ്റ് bounded below ആയിരിക്കും. അതായത് നിങ്ങളുടെ റേഞ്ച് സെറ്റിനെ ഒരു ലോവർ ബൗണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. അതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നു? If your function f is bounded below, then there exists a belongs to R such that f of x greater than or equal to a for all x belongs to d. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ ബൗണ്ടഡ് എബവ് ഫംഗ്ഷൻ ബൗണ്ടഡ് ബിലോ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിന്റെ കൺസെപ്റ്റിനെ, സെറ്റിനകത്ത് ബൗണ്ടഡ് എബവും ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ ആ സെറ്റിനെ ബൗണ്ടഡ് എന്ന് പറയും. ഇവിടെ നിങ്ങളുടെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് എബവും ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ് എന്ന് പറയും. അങ്ങനെ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് ബൗണ്ടഡ് ആണെങ്കിൽ നമുക്കതിനെ ഒരു കമ്പൈൻഡ് ആയിട്ട് ഒരൊറ്റ നൊട്ടേഷനിൽ എഴുതാൻ പറ്റും. If your function is bounded, that means which is bounded below and bounded above, then you can find a beta belongs to R such that modulus of f of x less than or equal to beta for all x belongs to d. ഇതിന്റെ സാധ്യത എന്ന് വെച്ചാൽ f ബൗണ്ടഡ് ആണെങ്കിൽ ബൗണ്ടഡ് ബിലോ ആയിരിക്കും, ബൗണ്ടഡ് എബവ് ആയിരിക്കും. ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ റേഞ്ച് സെറ്റിലെ ഏതൊരു എലമെന്റിനേക്കാളും വലുതായിട്ട് ഒരു എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ റേഞ്ച് സെറ്റിലെ ഏതൊരു എലമെന്റിനേക്കാളും താഴെയായിട്ട് ചെറുതായിട്ട് ഒരു എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും, റിയൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എടുക്കുക, അതിന്റെ മാക്സിമം നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എടുത്ത അപ്പർ ബൗണ്ടും നേരത്തെ എടുത്ത ലോവർ ബൗണ്ടിന്റെയും
മാഗ്നിറ്റ്യൂഡിന്റെ മാക്സിമം ആയിട്ട് നിങ്ങൾ ബീറ്റ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡി എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഒരൊറ്റ സിംഗിൾ ഡെഫിനേഷൻ ആയിട്ട് അതിനെ പറയുന്നു, your f is bounded, then you can find a beta belongs to us to that modulus of f of x less than or equal to that beta for all x belongs to a. ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, അതായത് നമ്മുടെ സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള കൺസെപ്റ്റ് ആണ്. അതായത് ഒരു ഫംഗ്ഷന്റെ സുപ്രീമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷന്റെ റേഞ്ച് സെറ്റിന്റെ സുപ്രീമം എന്നാണ്. അതായത് ഫംഗ്ഷന്റെ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ എന്ത് വേണം? ഫംഗ്ഷൻ ബൗണ്ടഡ് എബോവ് ആയിരിക്കണം. കാരണം ഫംഗ്ഷൻ ബൗണ്ടഡ് എബോവ് ആണെങ്കിലാണ് ഫംഗ്ഷന്റെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് എബോവ് ആയിരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് അതിന്റെ സുപ്രീമം പ്രോപ്പർട്ടി പ്രകാരം അതിന് സുപ്രീമം എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഫംഗ്ഷൻ ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫംഗ്ഷന് ഒരു സുപ്രീമം ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു, സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ആക്ച്വലി സുപ്രീമം ഓഫ് യുവർ റേഞ്ച് സെറ്റ്. ദാറ്റ് ക്യാൻ ബി റീറൈറ്റ് ആസ് സുപ്രീമം ഓഫ് set of all f of x such that x belongs to D. Similarly, infimum of f of x അങ്ങനെ പറയും. Infimum of f of x എക്സ്റ്റെൻഡിൽ ആദ്യം ഫംഗ്ഷൻ ബൗണ്ടഡ് ബിലോ ആയിരിക്കണം. അത് നിങ്ങളുടെ റേഞ്ച് സെറ്റിന്റെ ഇൻഫിമം തന്നെയായിരിക്കും. ഓക്കെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അതിന്റെ പ്രോബ്ലം നോക്കാം. Let f and g be real valued function defined on a common domain D subset of R and have bounded ranges in R, then show that രണ്ട് റിസൾട്ടുകൾ ഉണ്ട്. ഫസ്റ്റ് വൺ, if f of x less than or equal to g of x for all x belongs to D, then supremum of f of D less than or equal to supremum of g of D. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, if f of x less than or equal to g of y for all x comma y belongs to D, then supremum of f of D less than or equal to infimum of g of D. ഇവിടെ നമുക്ക് ആദ്യത്തെ റിസൾട്ട് നോക്കാം. അതിലേക്ക് എഫും ജിയും റിയൽ വാല്യൂ ഫങ്ഷൻസ് ആണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡി എന്ന് പറയുന്ന റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റിൽ ആയിട്ടുള്ള ഒരു ഡൊമൈനിലാണ്. രണ്ട് ഫംഗ്ഷന്റെയും ഡൊമൈൻ കോമൺ ആണ്. അതിന്റെ റേഞ്ച് ആർ ആണ്. ദാറ്റ് മീൻസ് യുവർ എഫ് ആൻഡ് ജി ആർ ദി ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ അല്ലെങ്കിൽ ഡിഫൈൻഡ് ഫ്രം ഡി ടു ആർ. ആ സാഹചര്യത്തിലാണ് നമുക്ക് ഫസ്റ്റ് റിസൾട്ട് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് റിസൾട്ട് പ്രൂവ് ചെയ്യാൻ അതിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് അസംപ്ഷനും കൂടെ ഉണ്ട്. അത് ഇതാണ്, f of x less than or equal to g of x for all x belongs to D. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് സുപ്രീമം f of d less than or equal to സുപ്രീമം g of d എന്ന് പ്രൂവ് ചെയ്യണം. f of x less than or equal to g of x for all x belongs to D, അതായത് ഏതൊരു x നിങ്ങളുടെ ഡൊമൈനിൽ നിന്ന് എടുക്കുകയാണെങ്കിലും നിങ്ങളുടെ f ഉം g യും ആ ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആകിയാൽ ആ പോയിന്റിനെ ഡിപെൻഡ് ചെയ്ത് നിങ്ങൾക്ക് എഫിന് ഒരു ഇമേജ് കാണും, ജിക്കും ഒരു ഇമേജ് കാണും. 1 ഇമേജിനെ കാണുള്ളൂ, കാരണം എഫും ജിയും ഫംഗ്ഷൻ ആണല്ലോ. അപ്പൊ കിട്ടുന്ന എഫിന്റെ ഇമേജും ജിയുടെ ഇമേജും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഇനീക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നാണ് നമ്മുടെ അസംപ്ഷൻ. ഈ സാഹചര്യത്തിൽ നമ്മുടെ എഫിന്റെ റേഞ്ച് സെറ്റ് എന്താണെന്ന് നോക്കാം. f of d is equal to set of all f of x such that x belongs to D. അതുപോലെ ജിയുടെ റേഞ്ച് സെറ്റ് എന്താണെന്ന് നോക്കാം. g of t is equal to set of g of x such that x belongs to D. ഡിയിൽ നിന്ന് ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? f of x less than or equal to g of x എന്ന് അറിയാം. ഇവിടെ മറ്റൊരു കാര്യം കൂടി തന്നിരിക്കുന്നു. നിങ്ങളുടെ എഫും ജിയും റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ഡി have bounded ranges എന്നുള്ള ഒരു അസംപ്ഷൻ കൂടി നമ്മുടെ ടോപ്പിലുണ്ട്. അതായത് എഫിന്റെയും ജിയുടെയും റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആണ്. ദാറ്റ് മീൻസ് ആക്ച്വലി യുവർ എഫ് ആൻഡ് ജി ആർ ബൗണ്ടഡ് ഓർ ദീസ് റേഞ്ച് സെറ്റ് ഹാസ് അപ്പർ ബൗണ്ട്, ലോവർ ബൗണ്ട്. അതായത് എഫിന്റെ റേഞ്ച് സെറ്റിനും ജിയുടെ റേഞ്ച് സെറ്റിനും അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കും, ലോവർ ബൗണ്ട് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് സുപ്രീം ഉണ്ടായിരിക്കും, ഇൻഫിം ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ
ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റേഞ്ച് സെറ്റും ഒരു സുപ്രീമം ഉണ്ടായിരിക്കും. ആ സുപ്രീമം എന്തായാലും ഏതൊരു ജി ഓഫ് എക്സിനേക്കാളും വലുതും ഈക്വലും ആയിരിക്കും. So we get g of x less than or equal to supremum of g of t. Alright? ഇനി ഇപ്പൊ കിട്ടിയ റിസൾട്ട് നോക്കാം. നിങ്ങൾ ഏതൊരു x belongs to d എടുത്തു കഴിഞ്ഞാലും f of x less than or equal to supremum of g of t. Supremum of g of t എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. അതിനാൽ തന്നെ ആ ഒരു റിയൽ നമ്പറിനേക്കാൾ ചെറുതായിരിക്കും നിങ്ങളുടെ ഏതൊരു f of x ഉം എങ്കിൽ നിങ്ങളുടെ സുപ്രീമം ഓഫ് ജി ഓഫ് ടി എന്ന് പറയുന്ന റിയൽ നമ്പർ നിങ്ങളുടെ എഫിന്റെ റേഞ്ച് സെറ്റ് ആയിട്ടുള്ള എഫ് ഓഫ് ഡിക്ക് ഒരു അപ്പർ ബൗണ്ട് ആയിട്ട് മാറുന്നു. സോ യുവർ സുപ്രീമം ഓഫ് ജി ഓഫ് ടി ഈസ് ആക്ട് ആസ് എ അപ്പർ ബൗണ്ട് ഫോർ യുവർ എഫ് ഓഫ് ടി. ഇപ്പൊ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? സുപ്രീമം ഓഫ് ജി ഓഫ് ഡി എഫ് ഓഫ് ഡിയുടെ അപ്പർ ബൗണ്ട് ആണ്. ഏതൊരു അപ്പർ ബൗണ്ട് ആണ്. എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, അത് ബൗണ്ടഡ് എബവ് ആണ്. അങ്ങനെയെങ്കിൽ അതിന് ഒരു സുപ്രീം ഉണ്ടായിരിക്കും. അതിന്റെ സുപ്രീമം എന്ന് പറയുന്നത് അതിന്റെ അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതായിരിക്കും. ബൈ ദ ഐഡിയ ഓഫ് സുപ്രീമം, എവരി അപ്പർ ബൗണ്ട് ഓഫ് എഫ് ഓഫ് ഡി ഈസ് ഗ്രേറ്റർ ഓർ ഈക്വൽ ദാറ്റ് ഓഫ് ദ സുപ്രീമം. സോ വി ക്യാൻ റൈറ്റ് സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം ഓഫ് ജി ഓഫ് ഡി. കാരണം supremum of g of d is the one of the upper bound of your set f of d. Okay, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ റിസൾട്ട് നോക്കാം. രണ്ടാമത്തെ റിസൾട്ടിൽ നമ്മുടെ assumption, ഒരു അഡീഷണൽ assumption വരുന്നത് if f of x less than or equal to g of x, if f of x less than or equal to g of y for all x comma y belongs to d. അപ്പോ തൊട്ട് മുകളിലത്തെ റിസൾട്ടുമായി ബന്ധിപ്പിച്ച് ഇതിനെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു y എന്ന് പറയുന്ന ഫാക്ടറാണ് കൂടുതൽ വന്നിട്ടുള്ളത്. നമ്മളുടെ റിസൾട്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കിട്ടേണ്ട റിസൾട്ട് ഒന്ന് സുപ്രീമം എഫ് ഓഫ് ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം ഓഫ് ജി ഓഫ് ടി എന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ തന്നിരിക്കുന്ന അസംഷനിലെ പ്രത്യേകത എന്താണെന്നാണ്. നേരത്തെ തന്നിരുന്ന അസംഷനിൽ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡി എന്നായിരുന്നു. അതായത് ഒരു ഡിയിൽ നിന്ന് ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫിന്റെയും ജിയുടെയും ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ അവ തമ്മിൽ ഇനീക്വാലിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, രണ്ട് വേരിയബിൾ വെച്ചിരിക്കുന്നു, എക്സും വൈയും. അപ്പോ അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ എക്സും വൈയും if you take any arbitrary x and y from D, then you will get f of x less than or equal to g of y. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഏതൊരു g of yയും ഏതൊരു f of yനേക്കാളും വലുതോ equal ആയിരിക്കണം. That means if you take a point y from your D, you will get a image g of y. That g of y is always greater or equal that of every f of x. എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന അസംഷൻ സാധ്യമാകുന്നത്. അതായത് നിങ്ങളുടെ ഏതൊരു ജി ഓഫ് വൈകളും, നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. ഇഫ് യു ടേക്ക് എ വൈ ഫ്രം യുവർ ഡൊമൈൻ, then you will get a image g of y, then every f of x is less than or equal to g of x for all x belongs to D. ഏതൊരു f of x ഉം നിങ്ങൾ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ g of y നേക്കാൾ ചെറുതോ ഈക്വൽ ആയിരിക്കും. That means your real number g of y is act as a upper bound for your range set of f of D. അപ്പോ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് y എന്ന് പറഞ്ഞ ഡിയിലെ ഒരു പോയിന്റ് ആണ്. ഒരു പോയിന്റ് എടുത്ത് അതിന്റെ ഇമേജ് ജി ഓഫ് ഐ നോക്കിയപ്പോൾ അതെന്റെ എഫ് ഓഫ് ഡിക്ക് അപ്പർ ബൗണ്ട് ആയി. ഇനി അടുത്തൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതും അപ്പർ ബൗണ്ട് ആയിരിക്കും. ദാറ്റ് മീൻസ് എവരി ജി ഓഫ് വൈ ഈസ് ആക്ട് ആസ് എ അപ്പർ ബൗണ്ട് ഫോർ യുവർ എഫ് ഓഫ് ഡി. അപ്പോ നമ്മുടെ കയ്യിലുള്ള റിസൾട്ട് അങ്ങനെയാണ്. എവരി ജി ഓഫ് വൈ ഈസ് ആക്ട് ആസ് എ അപ്പർ ബൗണ്ട് ഫോർ യുവർ എഫ് ഓഫ് ഡി. ഇനി എഫ് ഓഫ് ഡി ബൗണ്ടഡ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് ഡിക്ക്
ഒരു സുപ്രീം ഉണ്ടായിരിക്കും. ബൗണ്ടഡ് ആണെങ്കിൽ ബൗണ്ടഡ് എബോവ് ആയിരിക്കും, അതിന് ഒരു സുപ്രീം ഉണ്ടായിരിക്കും. എഫ് ഓഫ് ഡി യുടെ അപ്പർ ബൗണ്ടുകളാണ് ഓരോ ജി ഓഫ് വൈയും എങ്കിൽ സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡിയും സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി ഏതൊരു ജി ഓഫ് ഐനേക്കാളും ചെറുതോ ഈക്വൽ ആയിരിക്കും. കാരണം സുപ്രീമം എന്ന് പറയുന്നത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. ഓരോ ജി ഓഫ് വൈകളും എഫ് ഓഫ് ടിയുടെ അപ്പർ ബൗണ്ട് ആണെങ്കിൽ സുപ്രീമം എന്തായാലും ഏതൊരു അപ്പർ ബൗണ്ടിനേക്കാളും ചെറുതോ ഈക്വലോ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസൾട്ട് സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു ടി. ഇപ്പൊ കിട്ടിയ കാര്യം ജി ഓഫ് വൈ. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഈ ഇപ്പൊ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. സുപ്രീമം ഓഫ് എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് വൈ ഫോർ ഓൾ വൈ ബിലോങ്സ് ടു ടി. അതായത് സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി ഒരു റിയൽ നമ്പർ ആണ്. നിങ്ങളുടെ ഏതൊരു ജി ഓഫ് വൈനേക്കാളും ചെറുതോ ഈക്വലോ ആണ് സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി എങ്കിൽ സുപ്രീമം ഓഫ് എഫ് ഓഫ് ഡി ഈസ് ആക്ട് ആസ് എ വൺ ഓഫ് ദ ലോവർ ബൗണ്ട് ഓഫ് യുവർ ജി ഓഫ് ടി. ദാറ്റ് ഈസ് അവർ range set of G. That is supremum of f of t is act as a lower bound for your G of t. ഇനി G of t എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, അതിനാൽ തന്നെ അത് ബൗണ്ടഡ് ബിലോ ആണ്, അതിനാൽ തന്നെ അതിനൊരു ഇൻഫിമം ഉണ്ടായിരിക്കും. ഇപ്പൊ കിട്ടിയത് സുപ്രീമം എഫ് ഓഫ് ടി അതിന്റെ ഒരു ലോവർ ബൗണ്ട് ആണ് എങ്കിൽ ഇൻഫിമം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ്. ബാക്കി എല്ലാ ലോവർ ബൗണ്ടും ഇൻഫിമത്തിനേക്കാളും ചെറുതോ ഈക്വൽ ആയിരിക്കണം. So we get the supremum of f of t, which is the one of the lower bound of your g of t, is less than or equal to infimum of g of t. നമുക്ക് ഇതാണ് ഇവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. Okay, thank you.